ഇവിടെ ചിക്കൻ വാങ്ങിയ പകുതി കറിക്കാണെങ്കിൽ പകുതി ചിക്കൻ കൊണ്ടാട്ടത്തിനാണ്. അപ്പോൾ എല്ലില്ലാത്ത മാംസമുള്ള പീസ് നോക്കിയിട്ട് ചെറുതാക്കി മുറിച്ച് കഴുകി വൃത്തിയാക്കിയ ചിക്കനിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് ചിക്കൻ മസാലപ്പൊടി ഇതൊക്കെ ചേർത്ത് പുരട്ടി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ചിക്കൻ ഞാൻ വറുത്ത് കോരിയെടുക്കുന്നുണ്ട്. ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിലാണ് ബാക്കി പരിപാടി. ഇനി നമുക്ക് ചിക്കൻ കൊണ്ടാട്ടം തയ്യാറാക്കാൻ വേണ്ടത് അത്യാവശ്യം ചെറുതാക്കി അരിഞ്ഞ സവാളയാണ്. സവാള നമ്മൾ ചിക്കൻ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പും കൂടി ചേർത്ത് വഴറ്റി സവാള ഒന്ന് മൂത്ത് സെറ്റായി വന്നപ്പോൾ അതിലോട്ട് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. കുറച്ച് മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ മസാലയുടെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും. നന്നായിട്ട് സവാള വഴറ്റി സെറ്റായിട്ട് വരുമ്പോൾ അതിലേക്ക് നമ്മളുടെ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുത്താൽ അധികം നേരം നമ്മൾ തീയിൽ വെക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് വന്നിട്ട് തന്നെ അതിലേക്ക് വറുത്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ചിക്കൻ്റെ എല്ലാ പീസിലും നന്നായിട്ട് ഗ്രേവി പിടിച്ച് കിട്ടണമല്ലോ. ഇതുകൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചില്ലി ഫ്ലേക്സ് വെളിച്ചെണ്ണയിൽ ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കൊണ്ടാട്ടം റെഡി ആയിട്ടുണ്ട്.